ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് നിങ്ങൾ ഡയലോഗ് മറന്നു പോകാനാ? ഡയലോഗ് മറന്നു പോകും? എല്ലാരും മറന്നു പോകും. ഞാൻ കൂടുതൽ ഇടക്ക് മറക്കും. അതായത് ചില ഇപ്പൊ ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് നമുക്ക് സംസാരിക്കുന്ന ചില വേർഡ്സിന് ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു വേർഡ്സിന്റെ ഒരു രീതിക്ക് ഒരു അതൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. പക്ഷെ അങ്ങനെ അത് അല്ല അത് നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോ അതുപോലെയല്ലോ, നമ്മളൊരു സിറ്റുവേഷനിൽ ഇതാക്കുമ്പോ നമ്മള് ആ മാനറിസം അത് കൊണ്ടുവരണല്ലോ. അപ്പൊ അതില് ചില വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാ, അത് അങ്ങനെ. അപ്പൊ അത് എന്റെ അടുത്ത് ശ്രദ്ധിക്കാൻ പറയും, ആ ഒരു വേർഡ് ഇങ്ങനെ പറയരുത് ഇങ്ങനെ പറയാം. പക്ഷെ നമ്മൾ ആ ഫ്ലോയില് അങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല അല്ലെ ഞാൻ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയത്. അങ്ങനൊന്നുമില്ല, അതോരോ സിറ്റുവേഷൻ. ചിലപ്പോ ഞാനായിരിക്കും, ചിലപ്പോ അവളായിരിക്കും, ചിലപ്പോ പല ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടാവാം. രസാണ് റീടേക്ക് ആക്ച്വലി ഒരു പരിധി വരെയൊക്കെ. പരിധി കഴിഞ്ഞാൽ പോലും നമുക്കറിയാത്ത. നിങ്ങൾ രണ്ടുപേരുടെ ഏറ്റവും കൂടുതൽ പ്രാങ്ക് ചെയ്യാറുണ്ടോ സെറ്റിലേക്ക്? ഇങ്ങനെ അശ്വിനാണ് നമ്മുടെ കൂട്ടത്തിലില്ലാതെ, അശ്വിനാണ് അതിന് മെയിൻ. അശ്വിനും കാർത്തികയാണ്. അതാ ചോദിക്കാൻ വന്നേ. അശ്വിൻ ഫുൾ ഓൺ കോമഡി എന്നൊരു വ്യക്തിയാണ്. നമുക്ക് ഒരുപാട് റിയാലിറ്റി ഷോയിൽ ഉൾപ്പെടെ പുള്ളി കണ്ടിട്ടുണ്ട്. കാർത്തിയും ഏകദേശം അതുപോലെ ജോണറിൽ ഇൻസ്റ്റാഗ്രാമിലും എല്ലാം വന്നിട്ട് ഇപ്പം ജിംഖാന ഉൾപ്പെടെ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന കോമഡീസ് ആയിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരുള്ള ഒരു കോംബോ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് സിനിമയെ ബൂസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ സെറ്റിൽ എങ്ങനെയാണ്? ഈ സിനിമയിൽ കുറെ ആർട്ടിസ്റ്റുകൾ ഇല്ല, കുറച്ച് ആർട്ടിസ്റ്റുകളുള്ളത്. ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ലൈഫിലൂടെയാണ് സിനിമ. ഇവരുടെ ലൈഫിലുള്ള പാട്ടായിട്ടുള്ള ആളുകളാണ് അശ്വിൻ. എന്റെ നാട്ടിലെ സുഹൃത്താണ് അശ്വിൻ. ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതുപോലെ കോളേജിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവുന്നതാണ് ടിൻഡു എന്ന് പറഞ്ഞ ക്യാരക്ടർ, കാർത്തി. അപ്പൊ ഇവരുടെ പ്രസൻസ് സിനിമനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ. കാരണം അങ്ങനത്തെ സീനുകളായിരുന്നു. അത്തരം അശ്വിന്റെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്ത് ഇത്ര ഓഡിയൻസിനെ കയ്യിലെടുത്ത് സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോ, അത് നമ്മളൊക്കെ എൻജോയ് ചെയ്തിട്ടില്ല. അവന്റെ സിനിമകളും കണ്ടിട്ടില്ല. അപ്പൊ അവനെ സംബന്ധിച്ചൊരു സീനെ ബൂസ്റ്റ് ചെയ്യുക, അതൊക്കെ അതെ. അശ്വിനായിട്ട് എനിക്ക് അങ്ങനെ കോമ്പറ്റീഷൻ സീൻ ഇല്ല, പക്ഷെ എന്നാലും അശ്വിനായിട്ട് ഞാൻ സെറ്റില് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അതെ. ഇപ്പൊ ചില ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ കാണാൻ പറ്റും അശ്വിന് ദൃശ്യം തമ്മിൽ ഫൈറ്റ് എപ്പോഴും അങ്ങനെ തന്നെ. ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കൂടുതൽ കമ്പനി ആയി തുടങ്ങിയത്. നമ്മൾ എപ്പോഴും പറഞ്ഞത് ഈ +1+2 നിൽക്കുമ്പോഴത്തേക്ക് മീൻസ് അതുവരെ നമ്മളെല്ലാം ജസ്റ്റ് ഓക്കെ ഹായ് ബൈ ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ കഴിഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ഡെപ്ത് ഭയങ്കര കൂടുതലായിരിക്കും. റിയൽ ലൈഫിൽ അങ്ങനെ ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും. എന്റെ കോളേജിൽ തന്നെ ഞാൻ പഠിച്ചിട്ട് കോളേജ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത്, എന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ എന്റെ കാണിക്കാൻ സർട്ടിഫിക്കറ്റ് ഇല്ല, പക്ഷെ എനിക്ക് കാണിക്കാൻ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അവരെന്നെയാണ്, അവരിപ്പോഴും എന്റെ കൂടെ ഉണ്ട്. അത് എന്റെ ആഗ്രഹത്തിനൊപ്പം ഞാൻ തിരിച്ചും അവരുടെ ആഗ്രഹത്തിനൊപ്പം ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഭയങ്കര, അതായത് എന്റെ ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെ നമുക്കുള്ള അതുപോലെ തന്നെയുള്ള സുഹൃത്തുക്കളാണ് എനിക്കുള്ളത്. എനിക്കും അതെ. ഇപ്പൊ എന്റെ സ്കൂൾ ലൈഫില് എപ്പോഴും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഹ്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവളും ഞാനും ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലായിരുന്നു. അവളും മറ്റേ ഫുൾ ഒരു മീൻ ഫേസ് ആയിരുന്നു. എനിക്കും അതെ ഇഷ്ടമല്ല, എന്ത് ഇത്ര ചാടാന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് അല്ല അത് ആക്ച്വലി നമുക്ക് തുടക്കത്തില് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരിക്കലും സെറ്റ് ആവില്ല എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും. പിന്നെ നമ്മൾ സംസാരിച്ചതായപ്പോ നമ്മള് ഭയങ്കര സെറ്റ് ആയിരുന്നു. ഓപ്പോസിറ്റ് പോൾ റിയലി അട്രാക്ട്സ്. അതെ.